PV അൻവറിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് CPM സംസ്ഥാന സമിതി. പിടിക്കുന്ന വോട്ട് കുറച്ചു കാണിക്കാൻ കീഴ്ഘടകങ്ങൾ തുടക്കം മുതൽ ശ്രമിച്ചു. അതുകൊണ്ട് കാര്യമായ പ്രചാരണം അൻവറിനെതിരെ നടത്താൻ കഴിഞ്ഞില്ല. അൻവർ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ പിടിച്ചെന്നും സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലുണ്ട്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, CPMന്റെ വിലയിരുത്തലിൽ ഈ PV അൻവർ അത്ര ചെറിയ മീനല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതാണോ വിലയിരുത്തൽ? ഗുഡ് മോർണിംഗ് അരുൺ. അങ്ങനെ തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായ വിലയിരുത്തലിൻ്റെ തുടർച്ച തന്നെയാണ് സംസ്ഥാന സമിതിയിലും ഉണ്ടായത്. PV അൻവറിൻ്റെ സ്വാധീനം നിലമ്പൂരിലെങ്കിലും തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയേണ്ടതായിരുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ കീഴ്ഘടകങ്ങൾക്ക് കഴിയേണ്ടതായിരുന്നു. അങ്ങനെ PV അൻവർ വലിയൊരു സ്വാധീന ശക്തിയാകും എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു കമ്മിറ്റിയും റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ ഒരു എതിരാളിയായി കാണാതെ പ്രചരണ രംഗത്ത് UDFനെതിരെ മാത്രം ഫോക്കസ് ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അൻവറിനെതിരെ കൂടി ശക്തമായ പ്രചാരണം നടത്തേണ്ടതുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് വികാര വോട്ട് എന്നൊരു വോട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ. ആ വോട്ട് സ്വാഭാവികമായും LDF സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടതായിരുന്നു. അതിൽ ഭൂരിഭാഗം വോട്ടും PV അൻവർ പിടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കേണ്ടി വന്നത് എന്നതാണ് സംസ്ഥാന സമിതിയിലുണ്ടായിരുന്ന വിമർശനം. RSS പരാമർശത്തിൻ്റെ പേരിൽ MV ഗോവിന്ദനെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനം ഇന്നലത്തെ സംസ്ഥാന സമിതിയിലുണ്ടായി. സെക്രട്ടേറിയറ്റിൽ P രാജീവും എളമരം കരീമും വിമർശിച്ചെങ്കിലും പേരെടുത്ത് പറയാതെ പരോക്ഷ വിമർശനമായിരുന്നു. പക്ഷേ ഇവിടെ MV ഗോവിന്ദൻ്റെ പേരെടുത്ത് വിമർശനം പറഞ്ഞു എന്ന് മാത്രമല്ല, ആ വിമർശനം ഉന്നയിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് എന്നതുകൂടി ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്തിന് MR അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു പരോക്ഷ വിമർശനമായി കൂടി കണക്കാക്കാം. സംസ്ഥാന സമിതി ഇന്നും തുടരും. അല്പസമയം മുമ്പ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. അരുൺകുമാർ. താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിനെ അങ്ങനെ ചെറുതായിട്ട് കാണാൻ പാടില്ലായിരുന്നു. ഇതാണ് മൊത്തത്തിൽ ഉയർന്ന വിലയിരുത്തലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. എന്തായാലും PV അൻവർ ചെറിയ മീനായിരുന്നില്ല എന്നതാണ് CPMന്റെ